ഈ പ്ലാന്റർ ഫേഷ്യറ്റിസ് ഇത്രയും കോമൺ ആയ സ്ഥിതിക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. തുടക്കത്തിൽ അങ്ങനെയായിരിക്കും. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ പറയും ഇപ്പൊ എപ്പോഴും വേദനയുണ്ട്, നടക്കുമ്പോൾ തന്നെ വേദന, സോഫ്റ്റ് ചെരുപ്പ് ഉപയോഗിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ ചില ആൾക്കാർ തീ കാലിൽ ചൂട് ഏൽപ്പിക്കാൻ പറയുന്നത്. അങ്ങനെ പലതരം നാറ്റീവ് ട്രീറ്റ്മെന്റ്സും എടുത്തിട്ടായിരിക്കും നമ്മുടെ അടുത്ത് മിക്കവാറും പേരും വരിക. നമ്മുടെ അടുത്ത് പണ്ടൊരു പേഷ്യന്റിന്റെ അടുത്ത് ഒന്ന് പറഞ്ഞാൽ പിടികാൽ വേദനയ്ക്ക് ഡോക്ടർ മുട്ടിന്റെ പിന്നിലാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. സോ അതിന്റെ ഏറ്റവും വലിയ കുട്ടൻസ് ഇതാണ്. പിന്നെ വേറൊരു കാര്യം ന്യൂറോളജി കൂടിയല്ല അല്ലെ, ന്യൂറോളജി ചില പേഷ്യൻസ് പ്ലാന്റർ ഫേഷ്യറ്റിസ് വരാറുണ്ട്. PRP പ്ലാന്റർ ഫേഷ്യേറ്റിസിൽ വലിയ റോൾസ് അധികം ഇമ്പ്രൂവ്മെന്റ് ഉള്ളതായിട്ട് കാണുന്നില്ല. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ രോഹിത്, വള്ളുവനാട് ഹോസ്പിറ്റലിലെ ആർത്രോസ്കോപ്പി ആൻഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജനാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു ഫുട്ട് ആൻഡ് ആങ്കിൾ സ്പെഷ്യലിസ്റ്റ് ആണ്, അതായത് ഫുട്ട് ആൻഡ് ആങ്കിൾ റീകൺസ്ട്രക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ ഒരു ഡോക്ടറാണ് ഡോക്ടർ അർജുൻ. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ജനറലി ആൾക്കാർക്ക് ഇതിനെ കുറിച്ചിട്ട് പല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അഭിപ്രായങ്ങളാണ്. എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച്, അതായത് പ്ലാന്റർ ഫേഷ്യറ്റിസ് ആണ് ഈ ടോപ്പിക്കിന്റെ പേര്. പ്ലാന്റർ ഫേഷ്യറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? കുതികാൽ വേദന. ദിവസം ഉറങ്ങി രാവിലെ നീക്കുമ്പോൾ, ബെഡിൽ നിന്ന് നീക്കുമ്പോൾ നിലത്ത് കുത്താൻ ഒരു ബുദ്ധിമുട്ട്, ഒരു 10 മിനിറ്റ് ഒരു ഞൊണ്ടലുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നോർമലായി. അതല്ലെങ്കിൽ പകൽ നേരത്ത് കുറെ നേരത്തെ ഒരു ഓഫീസിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ജോലി സമയത്ത് ഇരിക്കുമ്പോഴോ പിന്നെ ഇരുന്നിട്ട് നീക്കുമ്പോൾ വരുന്ന ഒരു കുതികാൽ വേദന, ഇതിനെയാണ് പ്ലാന്റർ ഫേഷ്യറ്റിസ് എന്ന് പറയുന്നത്. സോ ഇതിനെക്കുറിച്ച് ഫുട്ട് ആൻഡ് ആങ്കിൾ റീകൺസ്ട്രക്റ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ അർജുനെ നമുക്ക് പരിചയപ്പെടുത്താം. അത് മാത്രമല്ല അർജുനെടുത്ത് ചോദിച്ചറിയാം. ഹായ്, ഞാൻ ഡോക്ടർ അർജുൻ കുലോത്ത്. ഞാനിവിടെ ഫുട്ട് ആൻഡ് ആങ്കിൾ റീകൺസ്ട്രക്ഷൻ വിഭാഗത്തിൽ സർജനാണ്. ഇപ്പോൾ ഡോക്ടർ രോഹിത് പറഞ്ഞതുപോലെ തന്നെ ഈ പ്ലാന്റർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഒരു 10 പേര് നമ്മുടെ OPD-യിൽ കൺസൾട്ടേഷന് വരികയാണെങ്കിൽ മിനിമം ഒരു 1 to 2 ഒന്നോ രണ്ടോ ആൾക്കാർ പറയുന്ന പ്രൈമറി കംപ്ലൈന്റ് ആണ് രാവിലെ എഴുന്നേറ്റുടനെ കുതിവേദന, അല്ലെങ്കിൽ കുറച്ചു നേരം ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ വേദന. തുടക്കത്തിൽ അങ്ങനെയായിരിക്കും. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ പറയും ഇപ്പൊ എപ്പോഴും വേദനയുണ്ട്, നടക്കുമ്പോൾ തന്നെ വേദന, സോഫ്റ്റ് ചെരുപ്പ് ഉപയോഗിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ ചില ആൾക്കാർ തീ കാലിൽ ചൂട് ഏൽപ്പിക്കാൻ പറയുന്നു. അങ്ങനെ പലതരം നാറ്റീവ് ട്രീറ്റ്മെന്റ്സും എടുത്തിട്ടായിരിക്കും നമ്മുടെ അടുത്ത് മിക്കവാറും പേരും വരിക. ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. ഈ പ്ലാന്റർ ഫേഷ്യറ്റിസ് ഇത്രയും കോമൺ ആയ സ്ഥിതിക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഒന്നുകിൽ മരുന്ന് കഴിച്ച് നോക്കാം, പിന്നെ അതിൽ ഭേദമില്ലെങ്കിൽ ചില ആൾക്കാർ അടുത്ത ലെവൽ ഓഫ് ട്രീറ്റ്മെന്റിലേക്ക് എത്തും. എവിടെ എത്തിയാലും പേഷ്യൻസ് ഒരു 2-3 മാസം ഇതിന്റെ പിന്നാലെ നടക്കാറുണ്ട്. അതിന്റെ ക്ലാരിറ്റി ഇല്ലാത്തത് തന്നെയാണ് അതിന്റെ പ്രധാന പ്രശ്നം. പേഷ്യൻസിന് മാത്രമല്ല, മെഡിക്കൽ സ്റ്റാഫിന് പോലും ഇതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി ഇല്ല. അപ്പൊ അത് എന്തുകൊണ്ട് പ്ലാന്റർ ഫേഷ്യറ്റിസ് വരുന്നു, എന്തുകൊണ്ടൊക്കെയാണ് എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങളെന്ന് നമുക്ക് അറിഞ്ഞു ചോദിക്കാം. കാരണങ്ങൾ ആക്ച്വലി ഇതൊരു മൾട്ടി ഫാക്ടോറിയൽ ആണ്. നമുക്കൊരു സിംഗിൾ കാരണം ചേർത്ത് പറയാൻ പറ്റില്ല. ഓഫ് കോഴ്സ് കുറച്ച് പേരിൽ നമ്മൾ സിംഗിൾ കാരണങ്ങൾ ഉണ്ടാവും. അത് നമ്മളൊരു മെറ്റബോളിക് ആയിട്ടുള്ള കുറച്ച് കാരണങ്ങളുണ്ട്. അതായത് ഡയബറ്റിക്, ഷുഗർ കൊണ്ടുണ്ടാവുന്നത്, റുമറ്റോയിഡ്, വാദങ്ങൾ കൊണ്ടുള്ളത്, അല്ലെങ്കിൽ ഹൈപ്പർ യൂറിസീമിയ, യൂറിക് ആസിഡ് കൊണ്ടുള്ള കാരണങ്ങൾ. പിന്നെ കുറച്ച് കാരണങ്ങൾ മെക്കാനിക്കലാണ്. അത് കാലിന്റെ അലൈൻമെന്റ്, ഓവർ വെയിറ്റ്, അതായത് ഹീൽ ഫാറ്റ് പാഡിന്റെ തിക്നെസ് കുറവ്, അങ്ങനെ മെക്കാനിക്കൽ ആയിട്ടുള്ള കാലിന്റെ വളവുകൾ കൊണ്ട്, അങ്ങനെ ഒരു മൾട്ടി ഫാക്ടറുകൾ. ഇത് രണ്ടും ചേർന്നിട്ടുള്ള പേഷ്യൻസും ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കാരണങ്ങൾ പലതാണ്. ആക്ച്വലി നമ്മളൊരു നന്നായിട്ടുള്ള ഒരു അസസ്മെന്റ് നടത്തിയാൽ മാത്രമേ ഇതിന്റെ പ്രധാന കാരണം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ യൂഷ്വലി ക്ലിനിക്കിൽ വരുമ്പോൾ നമ്മൾ ആദ്യം പാദത്തിൽ തന്നെ തുടങ്ങും. അതിൽ ഏത് ഭാഗത്താണ് വേദന, അല്ലെങ്കിൽ വേദനയോട് കൂടെ തരിപ്പോ ചൂട് തട്ടുന്ന പോലെയോ പിൻ പ്രിക് സെൻസേഷനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് പ്ലാന്റർ ഫേഷ്യറ്റിസ് ആവണമെന്നില്ല. അതിന്റെ കൂടെ അടുത്തുള്ള മറ്റ് സ്ട്രക്ചേഴ്സ് കൊണ്ടുള്ള കാരണങ്ങൾ കൊണ്ടുള്ള പ്രോബ്ലം കൊണ്ടുള്ള കാരണങ്ങളും ആവാം. പിന്നെ വേറൊരു കാര്യം ന്യൂറോളജിയും കൂടിയല്ല അല്ലെ, ന്യൂറോളജിക്കലി ചില പേഷ്യൻസിൽ പ്ലാന്റർ ഫേഷ്യറ്റിസ് വരാറുണ്ട്. എക്സാക്ട്ലി, അതെ. മസിൽ വീക്ക്നെസ് അല്ലെ ന്യൂറോളജിക്കൽ ഡാമേജ് ഉള്ള പേഷ്യൻസിനും മെക്കാനിക്കൽ കാരണങ്ങളിലും അത് ഏറ്റവും കൂടുതൽ കാരണം കാണുന്നത് മെക്കാനിക്കൽ അല്ലേ, മെക്കാനിക്കൽ ആണ്. അപ്പൊ ജനറൽ പബ്ലിക്കിന് എന്താണ് മെക്കാനിക്കൽ കോസ് ഓഫ് പ്ലാന്റർ ഫേഷ്യറ്റിസ്? നമുക്ക് മെക്കാനിക്കലി വരുന്ന പ്രോബ്ലംസിനെ കൊണ്ട് പ്ലാന്റർ ഫേഷ്യറ്റിസ് വരുന്നത് പേഷ്യൻസിന് അറിഞ്ഞോളുന്നില്ല. ഫോർ എക്സാമ്പിൾ, കാല് നല്ലപോലെ വളവുള്ള ഒരാൾ, പാദം നല്ല വളഞ്ഞു ചെരിഞ്ഞുള്ള ആൾക്ക് മനസ്സിലാവും എന്റെ കാലിന് വളവുണ്ട്. അതല്ലാതെ ഒരു 5 ഡിഗ്രി 2 ഡിഗ്രി 3 ഡിഗ്രിക്കൊക്കെ ചെറിയ വളവുള്ള ആൾക്കാർക്ക് അവർക്ക് സ്വന്തം അറിയില്ല കാലിന് വളവുള്ളതായിട്ടും. അതുകൊണ്ടാണ് ഈ പ്ലാന്റർ ഫേഷ്യറ്റിസ് വരുന്നതും അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സോ എന്താണ് ഈ മെക്കാനിക്കൽ പ്രോസസ്സിൽ ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതായത് പ്ലാന്റർ ഫേഷ്യ എന്ന് പറയുന്നത് ആക്ച്വലി അത് പറയപ്പെടുന്നത് ഇറ്റ്സ് എ കണ്ടിന്യൂവേഷൻ ഓഫ് മസിൽ. അതായത് നമ്മുടെ പുറകിലുള്ള ഗാസ്ട്രോണിമസ് എന്ന് പറയുന്ന കാഫ് മസിലിന്റെ ഒരു കൺജനറ്റൽ ആയിട്ടുള്ള കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഒരു പാടയാണ് ഈ പ്ലാന്റർ ഫേഷ്യ. പിന്നെ നമ്മളത് വളർന്നു വരുമ്പോൾ
അതിൽ നിന്നൊന്ന് ഡിറ്റാച്ച് ആയിട്ട് വരുന്ന സെപ്പറേറ്റ് സെപ്പറേറ്റ് കാഫ് ആവുന്നതാണ് മസിലിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ പ്ലാന്റർ ഫേഷ്യ എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടിന്റെയും അറ്റാച്ച്മെന്റ് ഹീൽ ബോണിലാണ്. അപ്പോൾ ഈ കാഫ് മസിലിനെ ബാധിക്കുന്ന ടൈറ്റ്നസ് അല്ലെങ്കിൽ ഓവർ ടൈറ്റ്നസ്, ലൂസ്നെസ് എല്ലാം തന്നെ പ്ലാന്റർ ഫേഷ്യയും ബാധിക്കും. അപ്പോൾ ഈ യൂഷ്വൽ കേസസ് നമ്മൾ കാണുന്നുള്ളത് കാഫ് മസിൽ ടൈറ്റ്നസ് വരുമ്പോൾ ഹീലിലുള്ള മെക്കാനിക്കൽ ആക്സസ് മാറും. അത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഓവർ പുൾഡ് ആവും അല്ലെങ്കിൽ ഓവർ പുഷ്ഡ് ആവും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്ലാന്റർ ആസ്പെക്റ്റിലുള്ള ഈ പാടയും ടൈറ്റ് ആവും, വലിയുന്നത്. പ്ലാന്റർ ഫേഷ്യ എന്ന് ഞങ്ങൾ രണ്ടുപേരും ഉദ്ദേശിച്ചത് കാലിന്റെ ആർച്ച് ഉണ്ടല്ലോ, കാലിന് ഒരു ഭാഗത്ത് പരന്നിട്ടും മറ്റേ ഭാഗത്ത് നിന്ന് പൊങ്ങിയിട്ടുമാണ് നമ്മുടെ എല്ലാ കാലുകളും. ഈ കാലിന്റെ ആർച്ചിൽ വരുന്ന ഒരു പാടയാണ് പ്ലാന്റർ ഫേഷ്യ. അപ്പൊ ഈ പാട ടൈറ്റ് ആവുന്നത് കൊണ്ടാണ് ബേസിക്കലി പ്ലാന്റർ ഫേഷ്യാറ്റിസ് വരുന്നത്. അതിന്റെ കാരണം കാഫ് മസിൽ ടൈറ്റ്നസ് തന്നെയാണ്. ഇത് കൂടാതെ നമുക്ക് ഈ പ്ലാന്റർ ഫേഷ്യാറ്റിസ് നമുക്ക് എങ്ങനെ അഡ്രസ് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് ഇതിന്റെ പ്രോട്ടോകോൾ, എങ്ങനെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ? ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ആക്ച്വലി ഇതൊരു ക്ലിനിക്കൽ ഡയഗ്നോസ് ആണ്. നമ്മൾ ഒരു പേഷ്യന്റിനെ കാല് ക്ലിനിക്കലായിട്ട് അവർ പറയുന്ന ഹിസ്റ്ററിയും നമ്മൾ എക്സാമിനേഷനും കൊണ്ട് തന്നെ ഇത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് സം കേസസ് വി നീഡ് ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ മറ്റ് കാരണങ്ങൾ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കാറുണ്ട്. നമ്മൾ ഒ പിയിൽ പൊതുവേ എല്ലാവരും പ്ലാന്റർ ഫേഷ്യാറ്റിസിൽ ഒരു എക്സ്റേ എടുത്തിട്ട് കാലിന്റെ കുതികാലിന്റെ അവിടെ ഒരു കൊമ്പ് പോലെ ഉണ്ടല്ലോ, ഈ സ്പെറാണ് പ്രശ്നം എന്ന് പറഞ്ഞു വരാൻ, അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ആക്ച്വലി ബോൺ സ്പെർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ഷോയിങ് ദ ക്രോണിസിറ്റി. കുറെ കാലമായിട്ട് ആൾക്ക് ഈ പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബോൺ സ്പെറിന്റെ ഒരു സൈസിനോ പെയിനോ ആക്ച്വലി വലിയ റിലേഷൻ ഇല്ല. ശരി, യാതൊരു കണക്ഷനും ഇല്ല. അൺലെസ് പേഷ്യന്റെ കാല് വളഞ്ഞിട്ടാണ്, ഇപ്പോൾ പറഞ്ഞതുപോലെ സിവിയർ വാരസ് അല്ലെങ്കിൽ കാൽക്കേനിയസ് പിച്ച് എന്ന് പറയും, അതായത് കാലിന്റെ ഉയർച്ച, അതിലുണ്ടാവുന്ന മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്പെർ ആക്ച്വലി പ്രഷറൈസ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ സ്പെറിനും പെയിനും വലിയൊരു ബന്ധമില്ല. അപ്പൊ ബേസിക്കലി ഒരു പ്ലാന്റർ ഫേഷ്യാറ്റിസ് ആയിട്ട് വരുന്ന പേഷ്യന്റിന് ഈ മെക്കാനിക്കൽ ആക്സസിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് എക്സ്റേസ് ഒക്കെ എടുക്കുന്നു. അതിനിപ്പോ ഈ പ്രോബ്ലംസ് മെക്കാനിക്കലി യാതൊരു പ്രോബ്ലംസും ഇല്ല എങ്കിൽ പ്ലാന്റർ ഫേഷ്യാറ്റിസ് നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും? യൂഷ്വലി വി വിൽ സ്റ്റാർട്ട് വിത്ത് എക്സസൈസസ്. നമ്മൾ ആദ്യം ചെയ്യുന്നത് പ്ലാന്റർ ഫേഷ്യയുടെ തുടക്കത്തിലാണ് ഈ നീര് വരാറ്, അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത്. അത് നമ്മൾ സ്ട്രെച്ചിങ് എന്നാണ് അതിന് പറയുക. അതിനെ നമ്മൾ മെക്കാനിക്കലായിട്ട് സ്ട്രെച്ച് ചെയ്യിപ്പിക്കും. പ്ലാന്റർ ഫേഷ്യ സ്ട്രെച്ചിങ് എക്സസൈസ് ആണ് യൂഷ്വലി നമ്മൾ അഡ്വൈസ് ചെയ്യാറ്. രണ്ടാമത് നമ്മൾ മെറ്റബോളിക് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനും പറയും. സപ്പോസ് ആളുടെ ഷുഗർ വളരെ ഹൈ ആണ്, നമ്മളത് നോർമലിലേക്ക് കൊണ്ടുവരാൻ പറയും. യൂറിക് ആസിഡ് വെരി ഹൈ ആണ്, അത് നോർമലിലേക്ക് കൊണ്ടുവരാൻ പറയും. ഇത് കൂടാതെ ആളുടെ വെയിറ്റ് റിഡക്ഷൻ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. വെയിറ്റ് റിഡക്ഷൻ. അപ്പൊ ബേസിക്കലി പ്ലാന്റർ ഫേഷ്യാറ്റിസിന്റെ ട്രീറ്റ്മെന്റ് സ്ട്രെച്ചിങ് ആണ്, കാഫ് സ്ട്രെച്ചിങ്ങും പ്ലാന്റർ ഫേഷ്യ സ്ട്രെച്ചും ആണ്. ഇതിലിപ്പോ മാറാത്ത പേഷ്യൻസ്, അപ്പൊ നമുക്ക് എത്ര കാലം നമ്മൾ വെയിറ്റ് ചെയ്യും? ഇതിൽ മാറ്റം വരുന്നില്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും? യൂഷ്വൽ കേസസിൽ, അതായത് ഈ റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ കറക്റ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്യുന്ന ഒരാൾ, അതായത് പ്രോപ്പർ മോർണിംഗ് ആൻഡ് ഈവനിങ് എക്സസൈസ് പ്രോപ്പർ ആയിട്ട് അണ്ടർ ഫിസിയോ ഗൈഡൻസിൽ ലേൺ ചെയ്ത ഒരാൾക്ക് യൂഷ്വലി 2 months കൊണ്ട് തന്നെ 70-80% പെയിൻ സബ്സൈഡ് ആവാറുണ്ട്. സ്റ്റിൽ 100% റിസൾട്ട് കിട്ടണമെങ്കിൽ 4 to 6 months എടുക്കാറുണ്ട്. യൂഷ്വലി ഒരു 4 to 6 month പ്രോപ്പർ റീഹാബ് എക്സസൈസ് ചെയ്തതിന് ശേഷവും പെയിൻ മാറുന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഇൻവേസീവ് ആയിട്ടുള്ള എന്തെങ്കിലും മെത്തേഡ്സ് യൂസ് ചെയ്യാവുള്ളൂ. ഇൻവേസീവ് എന്ന് ഉദ്ദേശിച്ചത്, ഇൻവേസീവ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ചെയ്തൊക്കെ ടാബ്ലറ്റ്സ് ആൻഡ് എക്സസൈസ് ആണ്. ഇത് നമ്മൾ സ്കിന്ന് ബ്രീച്ച് ചെയ്യുന്ന എന്തും, അതായത് നമ്മൾ ഒരു ഇഞ്ചക്ഷൻ ആവാം, സർജിക്കൽ ആവാം, റീജനറേറ്റീവ് തെറാപ്പീസ് ആവാം, എല്ലാം തന്നെ നമ്മൾ ഒരു ഇൻവേസീവ് മെത്തേഡ് എന്ന് പറയും. ഇൻവേസീവിൽ നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസ് അല്ലേ? സ്റ്റിറോയിഡ് ഇസ് എ പാർട്ട്. സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസും യൂസ് ചെയ്യാറുണ്ട്. സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നത് ബോണിലേക്കോ ടെൻഡൻ, അതായത് ഈ ഫേഷ്യയിലേക്കോ അല്ല. നമ്മൾ അൾട്രാസൗണ്ട് ഗൈഡൻസിൽ ഒരു സ്കാൻ എടുത്തുകൊണ്ട് അതിന്റെ പാരറ്റിനോൺ ലെവലിലേക്കാണ്, അതിന്റെ ഷീറ്റിലേക്ക് മാത്രമേ നമ്മൾ ടെൻഡന്റെ മുകളിൽ കവർ ചെയ്യുന്ന ഒരു ഫേഷ്യയുടെ മുകളിൽ കവർ ചെയ്യുന്ന ഒരു ഷീറ്റിന്റെ മുകളിലേക്കാണ് നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യാറ്. ഈ PRP ഇപ്പോ ഭയങ്കര പോപ്പുലർ ആണല്ലോ. PRP ഇതിൽ വല്ല റോളും അർജുൻ പറയാൻ പറ്റും? PRP പ്ലാന്റർ ഫേഷ്യാറ്റിസിൽ വലിയ റോൾസ് അധികം ഇംപ്രൂവ്മെന്റ് ഉള്ളതായിട്ട് കാണുന്നില്ല. ഓൾമോസ്റ്റ് സ്റ്റഡീസ് പ്രകാരം PRP ആൻഡ് സ്റ്റിറോയിഡ് ഹാസ് നോ അഡീഷണൽ ബെനിഫിറ്റ്, ഓൾമോസ്റ്റ് ഈക്വൽ എഫക്റ്റ് ആണ്. അപ്പോ അതാണ് ഒരു ഡിഫറൻസ്. അപ്പൊ നമ്മൾ ഈ ഇഞ്ചക്ഷൻസ് ട്രൈ ചെയ്യുന്നു, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എക്സസൈസ് ട്രൈ ചെയ്യുന്നു, ഭേദം കാണാത്ത പേഷ്യൻസിൽ നമ്മൾ ഇഞ്ചക്ഷൻ പോകുന്നു, അതിൽ മാറ്റം കാണാമെന്ന് നമുക്ക് ഇൻവേസീവ്, പ്രോപ്പർ ഇൻവേസീവ് ആയിട്ട് സർജിക്കൽ ആയിട്ട് ഇത് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എപ്പോഴാണ് ചെയ്യുക, എന്താണ് ചെയ്യുക? സർജിക്കൽ മൾട്ടിപ്പിൾ മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് നമ്മൾ ഇനീഷ്യലി നമ്മൾ ചെയ്യുക, അതായത് പ്രോപ്പർ ഫിസിയോയിൽ കൂടെ കാഫ് മസിൽസ് ആൾക്ക് ലൂസൺ ആവുന്നില്ല, സ്റ്റിൽ കാഫ് ടൈറ്റ്നസ് ഉണ്ടെങ്കിൽ നമ്മൾ ഐസൊലേറ്റഡ് ഏത് മസിലാണോ ടൈറ്റ്
അതിനെ നമ്മൾ ലെങ്തൻ ചെയ്യും. അപ്പോൾ അതാണ് ഇനീഷ്യൽ എക്സസൈസ്. കാരണം നമ്മൾ എല്ലാ ഇൻവേസീവ് പ്രൊസീജിയറിന് ശേഷവും നമ്മൾ റീഹാബിലിറ്റേഷൻ എക്സസൈസ് കണ്ടിന്യൂ ചെയ്യണം. യൂഷ്വലി നമ്മൾ ഗാസ്ട്രോണിമസ് റിലീസ് എന്ന് പറയും. ആ ഒരു മിനിമൽ സർജിക്കൽ മിനിമൽ ഇൻവേസീവ് ആയിട്ടുള്ള സർജറി ചെയ്യുന്നത് കുതികാലിലല്ല, അല്ല, കാഫ് മസിലിൽ എവിടെയാണ് റിലീസ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ ക്രാക്സ് പോയിന്റ്. നമ്മുടെ അടുത്ത് പണ്ടൊരു പേഷ്യന്റിന്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ കുതികാൽ വേദനയ്ക്ക് ഡോക്ടർ മുട്ടിന്റെ പിന്നിലേക്കാണ് ഓപ്പറേഷൻ ചെയ്തത്. സോ അതിന്റെ ഏറ്റവും വലിയ കുട്ടൻസ് ഇതാണ്, യു ഹാവ് ടു റിലീസ് ദ കാഫ് മസിൽസ്. അപ്പോ ആ കാഫ് മസിൽ സ്ട്രെച്ചിൽ ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷം വൺസ് യു ഗെറ്റ് ദ സ്ട്രെച്ച് ഈ പ്ലാന്റർ ഫേഷ്യസ്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പ്ലാന്റർ ഫേഷ്യനെ തന്നെ റിലീസ് ചെയ്യുന്നത്. അതിന്റെ ഫുൾ ആയിട്ടല്ല, ഒരു മീഡിയൽ ഭാഗം മാത്രം, ഉൾഭാഗത്തുള്ള കുറച്ച് ഫൈബേഴ്സ് മാത്രം നമ്മൾ റിലീസ് ചെയ്യും. അത് തന്നെ 2 മെത്തേഡ് ഉണ്ട്. നമ്മൾ മുന്നേ ഒക്കെ ഓപ്പൺ മെത്തേഡ് ആയിരുന്നു ചെയ്യുന്നത്, ഇപ്പൊ അത് എൻഡോസ്കോപ്പിക്കിലും അവൈലബിൾ ആണ്. ഇതൊക്കെ വളരെ റെയർ ആയിട്ട് മാത്രമേ ആവശ്യം വരാറുള്ളൂ. ഒരു 100-ൽ ഒരു പേഷ്യന്റ് പറയാം, അതിലും വളരെ കുറവായിട്ട് യൂഷ്വലി കാണാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ച പ്ലാന്റാർ ഫേഷ്യാറ്റിസിനെ കുറിച്ചായിരുന്നു. വി ടോക്ക് ടു ദി എക്സ്പെർട്ട്. പ്രോബ്ലി ഇത് കണ്ടവർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സ്റ്റേ ട്യൂൺഡ് വിത്ത് us. Maybe we'll come up with more episodes. Thank you so much. Thank you. Bye.